ഒരു ഇലക്ഷന് കഴിഞ്ഞു, രണ്ടാഴ്ച ഇനി വോട്ടെണ്ണാനുണ്ട്. ഈ പെട്ടിയിൽ കിടക്കുന്ന ഈ വോട്ടിൻ്റെ സാഹചര്യം ആര് ജയിക്കാനുള്ളതായിരിക്കും എന്നതിനെ കുറിച്ച് എന്താ താങ്കളുടെ അഭിപ്രായം? ഇപ്പം നമുക്കങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയേണ്ട ഒരു ഇതില്ല. കാരണം എല്ലാവരും നല്ല സപ്പോർട്ട്, മൂന്ന് പേർക്കും സപ്പോർട്ട് തന്നെ ഉള്ളത് എല്ലാവരും. എങ്കിലും സണ്ണി ജോസഫ് സാറും ശൈല ടീച്ചറും ആണ് ഇപ്പോൾ ഉള്ള നിലവിലെ പോരാട്ടത്തിൽ പ്രധാന സ്ഥാനാർത്ഥികൾ. അപ്പോൾ അതിൽ കൂടുതലും ഭൂരിപക്ഷം തോന്നുന്നത് ശൈല ടീച്ചർ ജയിക്കും എന്നുള്ളൊരു ധാരണ ഉള്ളത്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞ് വരാം, അതിൽ ഇല്ല നമ്മളെ കാഴ്ചപ്പാട്. എൻ്റെ അഭിപ്രായത്തിൽ സണ്ണി ജോസഫ് ജയിക്കുമെന്നാണ് അഭിപ്രായം. അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. ഇപ്പോൾ രാഷ്ട്രീയം നമുക്കറിയില്ല, നമ്മൾ ഇത്രയും നമുക്ക് അറിയുന്നുള്ളൂ. ടീച്ചർ ജയിക്കും. ഇവിടുത്തെ ഇപ്പോൾ അവസ്ഥ എന്ന് പറഞ്ഞാൽ UDF-നാണ് സാധ്യത എന്നാണ് പൊതുവെ കാണുന്ന ഒരു ട്രെൻഡ്. ഈ പറയാൻ കഴിയില്ല, മത്സരമല്ലേ, അപ്പോൾ അങ്ങോട്ടും പറയാം ഇങ്ങോട്ടും പറയാൻ കഴിയില്ല. ശൈല ടീച്ചർ ഉറപ്പിച്ച് പറയാൻ കാരണം എന്ന് വെച്ചാൽ ശൈല ടീച്ചർ ചെയ്ത ഒരുപാട് വികസന പ്രവർത്തനങ്ങളുണ്ട് ഈ മണ്ഡലത്തിൽ. മറിച്ച് ഇപ്പോഴും നിലവിൽ 5 വർഷം ഭരിച്ച നിലവിലുള്ള ഭരണം എന്തായിക്കോട്ടെ, 5 വർഷം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഭാഗമായിട്ട് പിന്നെ നിന്നയാളല്ലേ MLA, അദ്ദേഹം ആ സമയത്ത് എന്ത് ചെയ്തു ജനങ്ങൾ ചിന്തിക്കൂലേ? ടീച്ചർ നമ്മളെ കോവിഡ് കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ അതോരഹാത്രം പണിയെടുത്താണ് ജനങ്ങൾക്ക്, രോഗികൾക്കും അതിൻ്റെ ഇതിലും. അത് വെച്ചിട്ട് ടീച്ചർക്ക് നല്ലൊരു വോട്ട് കൂടെ കിട്ടാൻ സാധ്യതയുണ്ട്. ജയിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നു. പിന്നെ സണ്ണി ജോസഫ് സ്ഥിരമായി ജയിക്കുന്നൊരു മണ്ഡലമാണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അയാൾക്ക് 3000 വോട്ട് ഭൂരിപക്ഷം കണ്ടേ ഉള്ളൂ സണ്ണി ജോസഫിന്. ഇത് മറികടക്കുന്നതാണ് പ്രതീക്ഷ. നോക്കാം. അതൊരു മത്സരം രണ്ടാളും കാഴ്ചവെച്ചിട്ടുണ്ട്. മറ്റൊന്ന് നിലവിൽ സണ്ണി ജോസഫ് ജയിക്കാൻ ചാൻസ് ഉണ്ട്. എൻ്റെ സ്ഥാനാർത്ഥി കയ്യിൽ കുറച്ച് വോട്ട് പിടിച്ചാൽ ടീച്ചർ ജയിക്കാൻ ചാൻസ് ഉണ്ട്. UDF-ൻ്റെ അന്ന് സാധ്യത UDF. സണ്ണി ജോസഫ് ഇവിടെ സണ്ണി ഒരു കുറച്ചൊരു വോട്ടിൻ്റെ വ്യത്യാസം ഉണ്ടായാൽ സണ്ണി ജോസഫ് തന്നെ ജയിക്കാൻ ചാൻസ്. നല്ല മത്സരമാണല്ലേ ശൈലജ ടീച്ചർ? മത്സരം കാഴ്ചവെച്ചിട്ടുണ്ട്, ടീച്ചർ നല്ല മത്സരം കാഴ്ചവെച്ചിട്ടുണ്ട്. പക്ഷേ ഇലക്ഷൻ്റെ ഒരു വിവരം നോക്കുമ്പോൾ ഇനി 4-ാം തീയതി അറിയുമ്പോൾ മിക്കവാറും സണ്ണി ജോസഫ് തന്നെ ജയിച്ചു വരാനുള്ള ചാൻസാണ് കാണുന്നത്. ശൈലജ ടീച്ചർക്ക് ഒരു ചലനം ഉണ്ടാക്കാൻ കഴിയില്ല. അഭിപ്രായം ഇവിടെ ഒരു ചലനം ഉണ്ടാക്കാൻ കഴിയില്ല. അല്ല, ചലനം ഉണ്ടാക്കാൻ കഴിയില്ല എന്നല്ല, കൂടുതലായിട്ടുള്ള ചലനം ഉണ്ടാക്കിയത് ടീച്ചറാണ്. കഴിഞ്ഞ പ്രാവശ്യത്തിലും കൂടുതൽ ഉഷാറായിട്ട് ടീച്ചർ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇനി 4-ാം തീയതിയുള്ള റിസൾട്ടിനെ കുറിച്ച് അറിയുമ്പോൾ മാത്രമേ പറയാൻ പറ്റൂ. നല്ല കാഴ്ച വെച്ചിരിക്കുന്നു. ഇവിടെ ഇതുവരെ 2-3 പ്രാവശ്യമായി ജയിച്ചത് ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയാണ്. ആ നിലക്ക് നോക്കുകയാണെങ്കിൽ സണ്ണി ജോസഫിന് തന്നെയാണ് സാധ്യത. സണ്ണി ജോസഫിന് തന്നെ വിജയ സാധ്യത. കാലാകാലമായി UDF-ൻ്റെ ഒരു മണ്ഡലമാണിത്. ഈ പ്രാവശ്യം ശൈല ടീച്ചർ മത്സരിക്കുന്നതുകൊണ്ട് തന്നെ സ്ത്രീ വോട്ടർമാരുടെ വോട്ട് ടീച്ചർക്ക് അനുകൂലമായിട്ട് വരാൻ വേണ്ടി സാധ്യതയുണ്ട്. ടീച്ചർ തന്നെ ജയിക്കുമെന്നാണ് ഞങ്ങളുടെ കണക്കൂട്ടൽ. ശൈല ടീച്ചർ ജയിക്കും. ഇങ്ങനെ ഭൂരിപക്ഷമൊക്കെ ഉണ്ടാവോ? ഭൂരിപക്ഷം ഒന്നും പറയാൻ കഴിയില്ല. ജയിക്കേണ്ട ഭൂരിപക്ഷം ജയിക്കും എന്തായാലും. ജയസാധ്യത ടീച്ചർക്കാണ് കാണുന്നത്. കാരണം മുന്നേ വന്ന് ഇവിടെ യാതൊരു വികസനങ്ങളും കൊണ്ടു തന്നിട്ടില്ല. കാരണം പറയാൻ വേണ്ടി നമ്മളെ ഒരു ഏരിയയിലേക്കൊന്നും ഇതുവരെ സണ്ണി ജോസഫ് ഒരു വികസനവും കൊണ്ട് തന്നിട്ടില്ല. എടുത്തു പറയാനുള്ള ഒന്നുമില്ല. അപ്പോൾ ടീച്ചർ വന്നു കഴിഞ്ഞാൽ എന്തായാലും നല്ലൊരു മാറ്റങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ടീച്ചർ ജയിക്കും നമ്മുടെ അഭിപ്രായം. ടീച്ചർ ജയിക്കൂല? ടീച്ചർ ജയിക്കും. എൻ്റെ അഭിപ്രായം നല്ല ഭൂരിപക്ഷത്തിൽ ശൈല ടീച്ചർ ഇപ്രാവശ്യം പേരാവിൽ നിന്ന് ജയിക്കും. അതാണ് എൻ്റെ അഭിപ്രായം. അത് അങ്ങനെ പറയാൻ കാരണം പേരാവൂർ ടൗണിൽ ഇപ്പോൾ 10 വർഷമായിട്ട് നമ്മുടെ UDF-ൻ്റെ MLA ആണുള്ളത്. നമ്മുടെ പേരാവൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വികസനങ്ങൾ പേരാവൂർ എത്തിക്കാൻ പറ്റിയിട്ടില്ല. പേരാവൂർ നിങ്ങൾ മണത്തടിയിൽ നിന്ന് വിട്ടു കഴിഞ്ഞാൽ അത് ഇപ്പോൾ ഈ കഴിഞ്ഞ 10 വർഷമാണെന്നാണ്. അത് എല്ലാ മണ്ഡലങ്ങളും UDF MLA-മാരുള്ള മിക്കവാറും മണ്ഡലങ്ങളിലും അവിടുത്തെ ഭരണങ്ങൾ ചുവപ്പ് നാടയിൽ കെട്ടിക്കിടക്കുകയാണെന്നുള്ളതാണ് ആ ഭാഗങ്ങളിലുള്ള MLA-മാരുടെ ഒരു ആരോപണം. അതിനെക്കുറിച്ച് എന്താ പറയുന്നത്? അല്ല, അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം വ്യക്തമായിട്ട് കാണുന്ന ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പം മണത്തണയിൽ നിന്ന് നിങ്ങൾ ഈ റോഡ് വഴി പോവുകയാണെങ്കിൽ ഇരിട്ടി പഴഞ്ചേരി മുക്ക് വരെ എത്തുന്ന ഒരു സമയത്തും ഇവിടെ നിന്ന് മാലൂരി ഭാഗത്തോട്ട് പോയി കഴിഞ്ഞാലും അതുപോലെ തന്നെ പിന്നെ ഈ നമ്മൾ നെടുമ്പൊഴി ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാലും ഈ റോഡിലൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും യാതൊരു വിധ വികസനവും കാര്യങ്ങളും കാണാൻ പറ്റില്ല. അതേസമയം മലയോര ഹൈവേയിലേക്ക് കൂടി നിങ്ങൾ പോവുകയാണെങ്കിൽ ഓരോ വീടിൻ്റെ മുറ്റം വരെ
ടാർ ചെയ്ത് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വികസനം ഇല്ല എന്ന് പറഞ്ഞത് ഈ ഒരു ഭാഗത്ത് അതിൽ എന്തെങ്കിലും ഈ വിവേചനം കാണിക്കാൻ എന്താണ് കാരണം എന്നുള്ള താങ്കളത് കാണുന്നത്? അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല. ഈ നമ്മുടെ ഈ പ്രദേശത്തിനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയതുപോലെയാണ് നമുക്ക് കാണുന്നത്. ഈ പേരാവൂർ ടൗണ് മാത്രം, പേരാവൂർ പഞ്ചായത്ത് മാത്രം. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഈ മണത്തണ മുതൽ ഈ റോഡ് നിങ്ങൾ ഇരിട്ടി വരെ പോവുകയാണെങ്കിൽ ഇരിട്ടി വരെ പഴഞ്ചേരി മുക്ക് വരെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഈ മാലൂർ റോഡിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ എൻ്റെ ചോദ്യം അതല്ല, കാരണം പേരാവൂർ മണ്ഡലത്തിൻ്റെ മിക്കവാറും ഭാഗങ്ങളിൽ വികസനം ഉണ്ടെന്നുള്ള താങ്കൾ പറയുന്നു. ഇവിടെ പേരാവൂർ ഈ റോഡ് ഈ ഭാഗത്ത് മാത്രം വികസനം ഇല്ല എന്നുള്ളതാണ് താങ്കൾ പറയുന്നത് അല്ലേ? എന്താണത്, എന്തുകൊണ്ടാണത് എന്നുള്ളത് താങ്കൾ മനസ്സിലാക്കുന്നത്? അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ പിന്നെ MLA-യുടെ എന്തെങ്കിലും ഒരു അതായത് അവഗണിക്കാൻ പ്രത്യേക കാരണങ്ങളുണ്ടാവും പേരാവൂരിന്. അതായത് LDF-നെ അനുകൂലിക്കുന്ന ഭാഗങ്ങളാണ് ഈ ഏരിയകൾ, പേരാവൂർ ഏരിയകൾ. അപ്പുറത്ത് UDF-നെ അനുകൂലിക്കുന്ന ഭാഗങ്ങളാണ്. ചിലപ്പോൾ അതായിരിക്കാം, സ്പഷ്ടമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന അതാണ്. അപ്പോൾ ഇവിടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സർവേയിൽ കൂടുതൽ ആളുകൾ പറഞ്ഞിട്ടുള്ളത് സണ്ണി ജോസഫ് ജയിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത്തരം അധികം ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെ ഈ ആളുകൾ എന്തുകൊണ്ട് അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുന്നു? അത് അഭിപ്രായമല്ലേ, നമുക്കിപ്പോൾ സർവേ ആണ് നിങ്ങളുടെ, അതുപോലെ അഭിപ്രായമാണ്. ഈ ഇലക്ഷൻ റിപ്പോർട്ട് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണ് സംഭവിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഇപ്പോൾ അവസ്ഥ എന്ന് പറഞ്ഞാൽ UDF-നാണ് സാധ്യത എന്നാണ് പൊതുവെ കാണുന്ന ഒരു ട്രെൻഡ്. ഈ പറയാൻ കഴിയില്ല, മത്സരമല്ലേ, ചിലപ്പോൾ അങ്ങോട്ടും പറയാം ഇങ്ങോട്ടും പറയാൻ കഴിയില്ല. കഴിഞ്ഞ 5 വർഷം സണ്ണി ജോസഫ് ഇവിടുന്ന് ജയിച്ചു പോയിട്ട് പേരാവൂർ മണ്ഡലത്തിന് ഒരു ഉപകാരം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വികസനം ഇല്ല എന്നുള്ള പറഞ്ഞു. അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല ഇപ്പോൾ, കാരണം പ്രതിപക്ഷ MLA അല്ലേ. പ്രതിപക്ഷ MLA ആകുമ്പോൾ ഭരണകക്ഷികൾ അങ്ങനെ അധികം ഒരു സൗകര്യം അയാൾക്ക് കൊടുക്കുമല്ലോ. അത് ചോദിച്ചാൽ കാരണം നിങ്ങൾ നോക്കി പല മണ്ഡലങ്ങളിലൊക്കെ അവിടെ 9 കോടി കൂടെ 5 കോടി 4 കോടി ഒക്കെയല്ലേ കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ടാവുമല്ലോ. പക്ഷേ എന്നാലും പരിമിതികൾ ഉണ്ടായിരുന്നു. പ്രതിപക്ഷ MLA ആകുമ്പോൾ പരിമിതികളുണ്ടാവും. എങ്ങനെ ഭൂരിപക്ഷത്തിനെ കുറിച്ച്? ഭൂരിപക്ഷത്തിനെ പറ്റി സംഖ്യനെ പറ്റിയും പറയാൻ പറ്റില്ല, എന്നാലും ജയിക്കുമെന്നുള്ളതാണ് പൊതുവെ ഉള്ള ഒരു അഭിപ്രായം. എങ്ങനെ നമ്മുടെ ശൈലജ ടീച്ചറെ ഇങ്ങോട്ട് മറ്റൊരു, കാരണം കേരളം കണ്ട ഏറ്റവും വലിയ വിജയത്തിന് ഉടമയാണ് ശൈലജ ടീച്ചർ. ആ ടീച്ചറെ ഈ മട്ടന്നൂരിലേക്ക് ഇത്രയും ഒരു കടുത്ത ഫാക്റ്റ് ചെയ്യാനുള്ളൊരു മണ്ഡലത്തിലേക്ക് അയക്കാൻ, ഈ പേരാവൂരിലേക്ക് അയച്ചതിൻ്റെ പിന്നിലെ ഉദ്ദേശം എന്താണ്? ഇടതുപക്ഷത്തിൻ്റെ ഉദ്ദേശം നല്ല ഏറ്റവും കഴിവുള്ള ആരോഗ്യമന്ത്രിയായിരുന്നപ്പോഴൊക്കെ നല്ല പേരെടുത്ത ആളല്ലേ. അപ്പോൾ സണ്ണി ജോസഫിന് ഒരു വേർത്തി ഒപ്പോണൻറ്റ് എന്നുള്ള രീതിയിലായിരിക്കും അവരെ അയച്ചിട്ടുണ്ടാവുക അല്ലേ? അതല്ലേ, അതാണ് അവർ കാണുന്നത്. കാരണം സണ്ണി ജോസഫിനോട് എതിർത്ത് ജയിക്കാൻ കഴിയുന്ന ഒരു കാൻഡിഡേറ്റ് എന്ന നിലയിലായിരിക്കും അവരെ അയച്ചിട്ടുണ്ടാവുക. അത്തരം സ്ഥാനാർത്ഥികൾ വേറെ ആരും ഇല്ലാത്തതുകൊണ്ടാണോ ഈ 60,000-ൽ പറയാൻ പറ്റില്ല. അപ്പോൾ മീഡിയകൾ പലതും പറയും, കാരണം അവരെ ഒതുക്കാൻ വേണ്ടി ചെയ്തതാണെന്ന്, അങ്ങനെയൊക്കെ മീഡിയകളൊക്കെ പലതും സംശയം. പക്ഷെ അതിലൊന്നും കാര്യമില്ല. അവർ ഇടതുപക്ഷത്തിൻ്റെ ചിന്താഗതി ഏറ്റവും നല്ല കാൻഡിഡേറ്റിനെ അവർ വെച്ചു എന്നതാണ് എൻ്റെ അഭിപ്രായം. ഇത്തവണ BJPക്കല്ല ഈ സീറ്റ്, BDJS-നാണ്. അപ്പോൾ BJP വോട്ട് ഏതെങ്കിലും ഭാഗങ്ങളിലേക്ക് മറിയാൻ സാധ്യത ഉണ്ടോ? ഇല്ലില്ല, BJPയുടെ വോട്ട് മറിയാനൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം സണ്ണി വാത്തിയായിട്ട് ഇവിടെ ഇപ്പം 4 പ്രാവശ്യമായിട്ട് മത്സരിക്കുന്ന ആളല്ലേ. അവരങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനത്തെ ഒരു ലാഞ്ചിനൊന്നും ഇവിടെ മണ്ഡലത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല, ഇപ്പം കണ്ടിട്ടില്ല. എന്നാലും ഇവിടെ ജയിച്ചവരെല്ലാം ചെറിയ ഭൂരിപക്ഷം ജയിച്ചിട്ടില്ല. ഭൂരിപക്ഷം ഇപ്പോൾ ടീച്ചർക്ക് ഉണ്ടാവും. ഏതായാലും ഒരു 60,000-ൽ പരം വോട്ടുകൾ നേടിയിട്ടാണല്ലോ മട്ടന്നൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. അതിനെക്കുറിച്ച് എന്ത് പറയണം? ആ ഭൂരിപക്ഷം ഒന്നും ഉണ്ടാവില്ല. മട്ടന്നൂർ എന്നാൽ ആ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു കൊണ്ടോ? മട്ടന്നൂർ എന്നാലും ആ ഭൂരിപക്ഷം ഉണ്ടാവും. മട്ടന്നൂരിലെ ടീച്ചറെ വീടിൻ്റെ അടുത്ത് തന്നെയാണുള്ള സ്ഥലമാണല്ലോ. ടീച്ചറെ സംബന്ധിച്ച് സ്ത്രീകൾക്കിടയിൽ നല്ലൊരു മതിപ്പുണ്ട്. ഈ മട്ടന്നൂർ മണ്ഡലം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ നല്ല സ്വാധീനമുള്ള മണ്ഡലമാണ്. പേരാവൂരെ സംബന്ധിച്ച് അങ്ങനെയല്ല, മാറി മറിഞ്ഞ് കുറേ കാലം മുമ്പ് ഇടതുപക്ഷത്തിൻ്റെ ആൾ ഇവിടെ ജയിച്ചിട്ടുണ്ട്. അതുപോലെ ഈ പ്രാവശ്യം ടീച്ചർക്കൊരു പ്രത്യേകതയുണ്ട്, അത് തീർച്ചയായും വോട്ടായി മാറുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ജയിക്കും തന്നെയാണ് അഭിപ്രായം. ഭൂരിപക്ഷത്തിൻ്റെ കാര്യം എങ്ങനെ? ഭൂരിപക്ഷം ഒരു 3000-1500 വോട്ടെങ്കിലും ജയിക്കും. എന്തുകൊണ്ടാണ് ടീച്ചറമ്മ ഇത്രയും വലിയൊരു പെർഫോമൻസ് മട്ടന്നൂർ കാഴ്ചവെച്ച ആ ടീച്ചറമ്മ ഇവിടെ ഈ 3000 വോട്ടിന് ജയിക്കുകയാണെങ്കിൽ 3000 വോട്ടിന് ജയിക്കുള്ളൂ എന്നുള്ള സാഹചര്യത്തിലേക്ക് എത്തിച്ചത്? അത് ഓരോ മുന്നണികളുടെ ഇതല്ലേ. അപ്പം പിടിച്ചെടുക്കേണ്ട മണ്ഡലമുണ്ട്, സ്വാഭാവികമായിട്ടും ജയിക്കേണ്ട മണ്ഡലമുണ്ട്. അപ്പോൾ ഇത് പിടിച്ചെടുക്കേണ്ട മണ്ഡലമായിട്ട് അവർ കണക്കൂട്ടിയിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും.
ശരിക്കും KPCC പ്രസിഡന്റ് ചെക്ക് വെച്ചതാണ് ഇവിടെ അല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല എങ്കിലും ഇന്നത്തെ സാഹചര്യത്തിൽ ടീച്ചർ ജയിക്കേണ്ട സാധ്യതയുണ്ട്. ആണല്ലേ? ടീച്ചറിനെ ടീച്ചറെ ജയിക്കാനുള്ള സാധ്യതകളും കാരണം എന്ന് വെച്ചാൽ പിന്നെ സണ്ണി ജോസഫ് MLA ആയിട്ട് പേരാവൂർ നിയോജക മണ്ഡലത്തിൽ 15 വർഷക്കാലത്തോളം ഇരുന്ന MLA ആണ്. പേരാവൂർ പഞ്ചായത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അദ്ദേഹം ഒന്നും ചെയ്യുകയില്ല. അദ്ദേഹം മലയോര മേഖലയായിട്ടുള്ള കുറച്ച് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പല കാര്യങ്ങളും ചെയ്തതായിട്ടുള്ള അറിവ് നമുക്കെല്ലാം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ടീച്ചർ ജയിച്ചു കഴിഞ്ഞാൽ പേരാവൂർ നിയോജക മണ്ഡലത്തിൽ എല്ലാവിധ വികസനവും മട്ടന്നൂരിൽ കൊണ്ടുവന്നതുപോലെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ള കാര്യം 100% ഞങ്ങൾക്ക് ഉറപ്പാണ്. ടീച്ചർ ജയിക്കും ഉറപ്പാണ്. ഭൂരിപക്ഷം ഈ പറഞ്ഞ 3000 അല്ല ഉറപ്പിച്ചിട്ട് ജനകീയമാണ് എല്ലാ കാര്യത്തിലും ഇടപെടുന്നത്. ഇതിനേക്കാളും ജനകീയ സ്ഥാനാർത്ഥിയല്ലേ ശൈലജ? ഓക്കെ, അതിലും ജനകീയനാണ് സണ്ണി ജോസഫ്. എവിടെ മരിച്ചു കഴിഞ്ഞാലും എവിടെ ആവശ്യത്തിനും എന്തിനാവശ്യത്തിനും ഇവിടെ എത്തുന്നതാണ്. ഒരു 10-15 ഇടയിൽ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ. കഴിഞ്ഞ പ്രാവശ്യം എത്ര ഭൂരിപക്ഷം? അതിനേക്കാളും ഭൂരിപക്ഷം കൂടുതൽ ഭൂരിപക്ഷം കിട്ടും. ഇത്രയും ശക്തമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി ഇവിടെ നിൽക്കുമ്പോൾ ആ ഭൂരിപക്ഷം കിട്ടും തോന്നുന്നുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമ്മൾ ഈ പേരാവൂർ മണ്ഡലത്തിൽ UDF-നാണ് കഴിഞ്ഞ പഞ്ചായത്തിന് കുറവാണ്. ഈ പ്രാവശ്യം എല്ലാ പഞ്ചായത്തും കൊട്ടിയൂർ, കേളകം, കണിച്ചാറ്, അതുപോലെ അയ്യങ്കുന്ന്, ആറളം ഇതെല്ലാം UDF തൂത്തുവാരിയതാണ്. പേരാവൂരിൽ ടോട്ടൽ എത്ര പഞ്ചായത്താണ്? 7 പഞ്ചായത്ത്. ഈ 7 പഞ്ചായത്തിൽ UDF-നാണ് മുൻതൂക്കം? അല്ല, 3 പഞ്ചായത്ത് ഒഴികെ 4 പഞ്ചായത്തിൽ UDF-ആണ്. ഈ 4 പഞ്ചായത്തും ഭൂരിപക്ഷം അതുപോലെ നിലനിർത്താൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. മറ്റു 3 പഞ്ചായത്ത് പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, 3 പഞ്ചായത്തിൽ വോട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തുനിന്ന് അത് ഇതിൽ ചെയ്യുമെന്നാണ്. അതിനിപ്പോൾ പോളിംഗ് ശതമാനം നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ UDF-ൻ്റെ കൈവശമുള്ള ഈ ബൂത്തുകളിൽ എത്രത്തോളം വോട്ട് അധികരിച്ചിരിക്കുന്നു അല്ലെങ്കിൽ കുറഞ്ഞിരിക്കുന്നത്? അല്ല, ഈ എൻ്റെ ടൗൺ വാർഡാണ്. ടൗണിൽ 142 വാർഡിൽ ഞാൻ നോക്കുമ്പോൾ ഇവിടെ ഈ പ്രാവശ്യം നല്ലൊരു ആവേശത്തോടെ എല്ലാവരും വോട്ട് ചെയ്ത്